കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സന്നിധരായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്നത് തന്നെ നമുക്കൊരു സന്തോഷമായിരിക്കട്ടെ. കർത്താവിൻ്റെ സ്തോത്രം. ദൈവവചനം കേൾക്കുന്നത് സന്തോഷമായിരിക്കും. ആകാശവും ഭൂമിയും മാറിപ്പോവും, എൻ്റെ വചനത്തിൻ്റെ വള്ളിയോ മാറുകയില്ല. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അത് കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും ഒക്കെ ഒരു സന്തോഷ അനുഗ്രഹമാണ് കേട്ടോ. കർത്താവിൻ്റെ സ്തോത്രം. വേദവാക്യമാണല്ലോ നമുക്ക് ആധാരം. ഒരു വേദഭാഗം ഞാനിവിടെ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 19 വാക്യങ്ങളെ വായിക്കുന്നു കേട്ടോ. റോമാലേഖനം 8-ാം അധ്യായം 19-ാം വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദുരിതത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ ദേശാവുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്ന് ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടില്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടി ഇന്നുവരെ ഒരുപോലെ ഞെരുങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. അവിടെ സൃഷ്ടികളെ പറ്റിയാ പറയും. സൃഷ്ടിയെ പറ്റി, ഈ ഭൂമിയിലുള്ള എല്ലാ ജീവനുള്ള എല്ലാ വൃക്ഷങ്ങള്, മരങ്ങള്, പുഷ്പങ്ങള്, കന്നുകാലികള്, എല്ലാ മൃഗങ്ങളെയും എല്ലാം ഉദ്ദേശിച്ചാണ് സൃഷ്ടി. സർവ സൃഷ്ടിയും ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. 2, അത് ആശയോടെ ഇരിക്കുന്നു. 3, അത് ആകാംക്ഷയോടെ ഇരിക്കുന്നു. ദൈവപുത്രന്മാരുടെ വെളിപ്പാട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ സഭ രൂപാന്തരം പ്രാപിച്ച, അതായത് ഏദൻ പർദീസയിൽ വെച്ച് ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ എങ്ങനെ ഇരുന്നോ ദൈവം തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ച ആദാമിനെ പോലെ ക്രിസ്തുവിന്റെ മക്കൾ ആയിത്തീരുന്ന ആ കാഴ്ച കാണുവാൻ വളരെ ആകാംക്ഷയോടെ സൃഷ്ടികൾ കാത്തിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആകാംക്ഷ എന്ന് പറയുമ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഒരു അപ്പന്റെ അമ്മയുടെ ഒരു മകൻ കല്യാണം കഴിഞ്ഞ് അമേരിക്കയിൽ താമസമാതിരിക്കട്ടെ. അവന് ഭാര്യയുണ്ട്, 2-3 പിള്ളേരുണ്ട്. അവന് വർഷങ്ങളോളം അമേരിക്കയിൽ താമസം കഴിഞ്ഞതിന് ശേഷം അപ്പനും അമ്മയായിട്ട് എഴുത്തുമായിട്ടും ഫോണിൽ കൂടെ വിവരങ്ങളെല്ലാം ഉണ്ട്, കാണാറില്ല എന്ന് അവനൊരു ദിവസം പറയാണ്, ഞാൻ ഇന്ന ദിവസം 3-ാം തീയതി അപ്പത്തിനെ അമ്മച്ചയും കാണാനായിട്ട് ഞാനും ഭാര്യയും പിള്ളേരും അങ്ങോട്ട് വരികയാണെന്ന് പറയുമ്പോൾ ആ അപ്പനും അമ്മയും എത്ര സന്തോഷത്തോടെ ആ ദിവസങ്ങൾ എണ്ണി കഴിക്കുന്നത്. ഒരു 10-ാം തീയതിയാണ് ഈ അറിയിപ്പ് വരുന്നതെങ്കിലും 30-ാം തീയതി വരുമെന്നാണെങ്കിൽ ആ 20 ദിവസം ആകാംക്ഷയോടെ ആ മകനെയും മരുമകളെയും കൊച്ചുമക്കളെയും കാണുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ സൃഷ്ടി ദൈവപുത്രന്മാരെ കാണുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അപ്പൊ സൃഷ്ടിയെ ദൈവം ചെയ്തിരിക്കുന്ന, കർത്താവ് ചെയ്തിരിക്കുന്ന പ്രവൃത്തികളെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് തന്നെ വളരെ അത്ഭുതമായി തോന്നും കേട്ടോ. കർത്താവിന് സ്തോത്രം. അത്ഭുതമായി തോന്നുമെന്ന് പറയാൻ കാരണം ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുമ്പോൾ എത്രയോ ഭയങ്കരമാണ്. ഈ ചരിത്രത്തിൽ ഒരു കാര്യം ഞാൻ വായിക്കും. അതായത് അമേരിക്കയിലെ മിസിസിപ്പി എന്ന് പറയുന്ന നദി, മിസിസിപ്പി എന്ന് പറയുന്ന നദി 5000 കിലോമീറ്റർ വീതിയുണ്ട്. എന്നാൽ ഇന്ത്യയുടെ തെക്ക് വടക്ക് അതാണ്ട് അത്രയും കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പൊ 5000 കിലോമീറ്റർ വീതിയുള്ള മിസിസിപ്പി നദി, ആ നദിക്ക് അക്കരെ ഒരു നായയെ കൊണ്ടുവന്നിട്ടു എൻ്റെ യജമാനൻ. ഈ 5000 കിലോമീറ്റർ അകലെ കൊണ്ടുവന്നിട്ട നായ 1 മാസം കഴിഞ്ഞപ്പോൾ യജമാനന്റെ വീട്ടിൽ തിരിച്ചെത്തി. അപ്പൊ ആ നായ എങ്ങനെ വന്ന നായയുടെ ഉള്ളിലെ കഴിവുകൾ നമ്മളൊന്ന് മനസ്സിലാക്കിക്കേ. നമ്മൾ സൃഷ്ടിയെ പറ്റിയാണ് പറയുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കണം. ആ നായ അത് ചിന്തിച്ച് ഗ്രഹിച്ചു മനസ്സിലാക്കി. പോലീസ് നായ ഏതെങ്കിലും ക്രിമിനൽ തെറ്റ് ചെയ്ത ഒരാളുടെ വീട്ടിൽ ചെന്ന് മണം പിടിച്ചാൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ആളെ കണ്ടാൽ അവൻ ചാടി വീഴും. അപ്പൊ ആ രഹസ്യം സൂക്ഷിക്കാൻ അവന്റെ തലച്ചോറിന്റെ കഴിവുകൾ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ. അപ്പൊ സൃഷ്ടിയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇത്രയും നമ്മൾ ചിന്തിക്കാറുണ്ടോ പ്രിയമുള്ളവര്? നോക്കണമേ, സൈബീരിയയിൽ നിന്ന് 6000 കിലോമീറ്റർ യാത്ര ചെയ്ത് ചില കിളികൾ നമ്മുടെ ഇന്ത്യയിലെത്തും.
സൈബീരിയയിൽ തണുപ്പ് കൂടുമ്പോൾ മഞ്ഞ് പ്രദേശമായി അവിടെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ ഭയങ്കര തണുപ്പ് വരുമ്പോൾ അവരാകാശത്തിൽ കൂടി 6000 കിലോമീറ്റർ പറന്ന് ഇന്ത്യയിലെത്തും. ഇന്ത്യയില് ഉഷ്ണമേഖലയാണ്, ആ സമയത്ത് ചൂടാണെന്ന് അവരെങ്ങനെ ഗ്രഹിച്ചെറിഞ്ഞു? ആര് പഠിപ്പിച്ചു? അപ്പൊ ഇന്ത്യയിലെ നല്ല കാലാവസ്ഥയാണെന്ന സൃഷ്ടികൾ അഥവാ പക്ഷികൾ 6000 കിലോമീറ്റർ അകലെ എന്ന് മനസ്സിലാക്കുകയും അവര് 10, 50, 100 പക്ഷികൾ ഒരു സംഘമായി അന്തരീക്ഷത്തിൽ കൂടി പറന്ന് ഇന്ത്യയിലെത്തുകയും ചെയ്യും. അവര് പറന്ന് പോരുമ്പോ ഓർക്കണം, അവര് 6000 കിലോമീറ്റർ നിൽക്കാതെ പോരുമ്പോൾ അതിനൊരു ടെക്നിക്കലുണ്ട്, ആ പറക്കൽ. ചില പക്ഷികൾ പറക്കും, ചില പക്ഷികളെ ആ പറക്കുന്ന പക്ഷികളുടെ ആ ശക്തിയിൽ മറ്റു പക്ഷികളെ ചിറകനക്കാതെ പോരും. നമ്മുടെ കഴുകനൊക്കെ ആകാശത്തിൽ കൂടി പരുന്ത് പറക്കുമ്പോൾ ചിറകനക്കാതെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് പോലെ ഒരു വിഭാഗം പക്ഷികള് ആ കൂട്ടത്തിൽ ഒഴുകിപ്പോരും. അപ്പോൾ പറക്കുന്ന പക്ഷികളുടെ ചിറക് ഭാരം വരുമ്പോൾ അവർക്ക് വിഷമം തോന്നുമ്പോൾ ആ പറക്കാത്ത പക്ഷികൾ പറക്കും. ആ പക്ഷികൾക്കും ഭാരം വരുമ്പോൾ മറ്റേ അങ്ങനെ മാറി മാറിയാണ് അവർ ചിറകനക്കുന്നത്. അപ്പൊ ചിറകനക്കുന്ന ഒരു വിഭാഗം പക്ഷി, ചിറകനക്കാത്ത ഒരു പക്ഷി. ചിറകനക്കാത്ത പക്ഷി കുറെ കഴിയുമ്പോൾ ചിറകനക്കുന്നു, ചിറകനക്കിയ പക്ഷി വിശ്രമിക്കുക. അവർ അന്തരീക്ഷത്തിൽ കൂടി 6000 കിലോമീറ്റർ പറന്ന് അവരെ ഇന്ത്യയിലെത്തി അവരെ ആ ചൂട് അനുഭവിച്ച് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. ചിന്തി നോക്കിക്കേ, എന്തോരു നല്ലൊരു അവസ്ഥ ദൈവമല്ലേ അവരെ സൃഷ്ടിച്ചു. ഇവിടുത്തെ കാലാവസ്ഥ അവരെങ്ങനെ അറിഞ്ഞു? ആ ടെലിഫോൺ ചെയ്ത് വല്ലവരും പറഞ്ഞതാണോ? കമ്പി വഴി വല്ലതും വിട്ടതാണോ? അല്ല, അതവർക്ക് അറിയുവാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഓർത്തോക്കണം, നമ്മളെ ചെലന്തി വരെ നോക്കിക്കുകയും ആ ചെലന്തി ഇര പിടിക്കാൻ നേരത്ത് അതിന്റെ ആ കൂട്, ആ ചെലന്തി വല എത്ര കറക്റ്റായിട്ടാണ് അതിന്റെ അളവ് സ്കെച്ചും പ്ലാനും വെച്ച് മനുഷ്യനുണ്ടാക്കിയാൽ തന്നെ അതിനകത്ത് ചില വ്യത്യാസങ്ങൾ വരും. അപ്പൊ അതിന്റെ ആ ചെലന്തി വലയുടെ അളവും അതിന്റെ ആ നീളവും വീതി എല്ലാം കറക്റ്റായിട്ട് ആ വലയുണ്ടാക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ ചെലന്തികളും അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു പ്രാണിയോ മറ്റേതെങ്കിലും ജീവിയോ വന്നാൽ അത് തിന്നാൻ സാധിക്കുന്നതാണോ, അത് ചത്തോ, അതെങ്ങനെയാണെന്ന് അതിന് സമയം അത് നിരീക്ഷണം നടത്തി അതിന് അപകടം പറ്റാതെ വണ്ണം അത് ആ വലയിൽ കൂടി കടന്നു ചെന്ന് ആ ഇരയെ തിന്നുന്നു. ചിന്തിച്ചു നോക്കി. അപ്പൊ ഇനി ഭയങ്കരമായ കഴിവ് ആരാ കൊടുത്തു ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ? ആലോചിച്ച്. അപ്പൊ സൃഷ്ടിയെന്ന് പറയുമ്പോ ദൈവം അതിന്മേൽ വെച്ചിരിക്കുന്ന ചെവിയില്ല എന്ന് പറയുന്ന പാമ്പിന്, സർപ്പത്തിന് ചെവിയില്ല. അത് ശബ്ദ തരംഗങ്ങളെ ഗ്രഹിച്ചറിയാനുള്ള ഒരു ഉപകരണം അതിന് കൊടുത്തത്. ശബ്ദതരംഗം നമ്മൾ സാധാരണ പോകുമ്പോ വഴികൾ പോകുമ്പോ രാത്രി വെളിച്ചല്ലേ വടിയൊക്കെ മുട്ടിക്കൊണ്ട് പോകുന്ന ഒരു സ്വഭാവം പണ്ടത്തെ കാലത്തുണ്ട്. വടി മുട്ടുമ്പോ ആ മുട്ടുന്ന ശബ്ദം കേൾക്കുമ്പോ പാമ്പ് അത് ഗ്രഹിച്ചറിഞ്ഞ് മാറിപ്പോകും. അപ്പൊ ശബ്ദം ഗ്രഹിച്ച് മനസ്സിലാകും. ശബ്ദ തരംഗങ്ങൾ, ശബ്ദത്തെ അല്ല, ശബ്ദം ഗ്രഹിക്കണമെങ്കിൽ ചെവി വേണം. ആ ചെവിയില്ലാത്ത ഈ പാമ്പ് ശബ്ദ തരംഗങ്ങളെ ഗ്രഹിച്ചറിയുവാനുള്ള ഒരു കഴിവ് ദൈവം അതിന് കൊടുത്തിരിക്കും. അങ്ങനെ അത് ഗ്രഹിച്ചു മനസ്സിലാക്കും. അങ്ങനെ എല്ലാ സൃഷ്ടികളുടെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത് പെരുകി വരുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളോടുകൂടിയാണ് ദൈവം അവയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടികള് യേശു കർത്താവിന്റെ മടങ്ങി വരവ് മനുഷ്യവർഗത്തെ നേടിയെടുക്കുവാൻ വേണ്ടി സാക്ഷാൽ ദൈവമായിരുന്നവൻ, പൗലോസിനെ പറയുന്ന സകലത്തിന് മീതെ ദൈവം, അതെ യോഹന്നാസിനെ പറയുന്ന സത്യദൈവം നിത്യജീവനും, തീത്തോസിനെ പൗലോസ് പറയുമ്പോൾ മഹാദൈവമായിരുന്നവൻ മനുഷ്യവേഷമെടുത്ത് വിശ്വാസയോഗ്യമായ തെളിവ് ജനിക്കുന്നതിന് മുമ്പ് ജീവചരിത്രം എഴുതി. അഥവാ നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ ജനിക്കുന്നതിന് 1000 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് ജാതകം എഴുതി എന്ന് വെച്ചാൽ യേശുവിന്റെ അപ്പനും അമ്മയും ജനിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ പേരിൽ ചരിത്രം എഴുതിയിരുന്നു. അങ്ങനെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ തിരുവെഴുത്തുകൾ അനുസരിച്ച് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു, ആ യേശു തന്റെ രക്തം കൊണ്ട് നേടിയെടുത്ത സഭ തേജസ്വൻ പുത്രന്മാരായി ഭൂമിയിൽ ഭരണരംഗത്ത് ഇറങ്ങി വരുന്നത് കാണുവാൻ ആ സൃഷ്ടികളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് പൗലോസിനെ പറയുന്നത്. കർത്താവിന്റെ ആ വചനം നമ്മൾ ഓർക്കണം. കർത്താവിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഇയാള് പറഞ്ഞിരിക്കുന്നത് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ചു. 16-ാമത്തെ വാക്യത്തില് നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഉണ്ടോ? 6-ന്റെ 26-ാമത്തെ വാക്യം.
ആകാശത്തിലെ പറവളെ നോക്കുവിൻ, ആ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. അപ്പൊ ആകാശത്തിലെ പറവകൾ, ആ സൈബീരിയ 6000 കിലോമീറ്റർ സംഘം ചേർന്ന് പറന്നു വരുവാനും ഇന്ത്യയെ നല്ല കാലാവസ്ഥയാണെന്ന് ഗ്രഹിച്ചു മനസ്സിലാക്കുവാനും ആരെ പഠിപ്പിച്ചു? ഏത് കോളേജിൽ പഠിച്ചിട്ടാ? അതൊക്കെ ആ സൃഷ്ടിയിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ള സകല വസ്തുക്കളും സൃഷ്ടികളും യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്, കർത്താവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട സഭ തേജസ്സിന്റെ പുത്രന്മാരായി ഭൂമിയിൽ വെളിപ്പെടുന്നത് കാണുവാൻ വളരെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ സൃഷ്ടിയിൽ വെച്ചിരിക്കുന്ന ഭയങ്കരത്വം വരെയുള്ളവരെ നമ്മൾ ചിന്തിച്ചു നോക്കുകയെ. അപ്പോ ഈ അന്ത്യകാല യുഗത്തിൽ ഓർക്കണം, ഈ യുഗം അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയിൽ മാറ്റം വന്നിരിക്കുന്നു, മനുഷ്യന് മാരകമായ രോഗങ്ങൾ വന്നിരിക്കുന്നു. അപ്പൊ ഇനി എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്ന് ചിന്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുക. ആ പൗലോസ്ലീഹയുടെ ഒരു വാക്യം നമുക്കിങ്ങനെ കടമെടുക്കാം. ക്രിസ്തുയേശുവിന്റെ നല്ല പടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. ക്രിസ്തുയേശുവിന്റെ നല്ല പടൻ കേട്ടോ. നമ്മള് സോഴ്സിന് പോകുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മള് തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. പരീക്ഷയിൽ നമ്മൾ ജയിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. സാമ്പത്തികമായി നല്ല നിലവാരത്തിൽ വരുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ബിസിനസ് ജയിക്കുമ്പോൾ സന്തോഷം. അങ്ങനെയുള്ള ആ സന്തോഷം യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുമ്പോൾ അനുഭവിക്കുവാൻ സാധിക്കണം. അതിനാണ് ഒരു ദൈവദാസൻ എന്ന് പറയുന്നത്. അവൻ നിന്നെയും പരിഹാസവും ദുഃഖവും ദുരിതമെല്ലാം അനുഭവിക്കുമ്പോൾ അത് അവനത് സന്തോഷമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ജ്ഞാനവും കഴിവും അവനിൽ വേണം. അതാണ് ക്രിസ്തുവിന്റെ നല്ല പടൻ എന്ന് പറയാൻ കാരണം. ഒരു സേനാനായകൻ യുദ്ധത്തിന് പോയൊരു ചരിത്രമുണ്ട്. അപ്പൊ കുറെ പട്ടാളക്കാരുമായി അവൻ പോകുമ്പോ ഈ പട്ടാളക്കാരിൽ ഏതോ ഒരു ഉത്സാഹക്കുറവ് കാണുവാനിടയെ. പണ്ട് അദ്ദേഹം ഒരു പ്രാർത്ഥനാലയം കണ്ടു. അതിനകത്ത് കയറി അവർ അല്പസമയം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആ രാജ്യത്തെ ആ നാണയത്തിന്റെ ഒരു വശം അശോക ചക്രവും ഒരു വശം ആ രാജാവിന്റെ പടവും. അപ്പൊ രാജാവിന്റെ പടവും ആ നാണയം എടുത്തിട്ട് ഇവൻ പറഞ്ഞു, ഈ സേനാനായകൻ പറഞ്ഞു, ഞാൻ ഈ പണം മേലോട്ടെറി എറിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് താഴെ വരുമ്പോൾ രാജാവിന്റെ പടമാണ് മുകളിലെങ്കിൽ നമ്മൾ നിശ്ചയമായും ജയിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ പണം ഈ രൂപ മേലോട്ടെറിയാമെന്ന് പറയും. അങ്ങനെയല്ല എല്ലാവരും കൂടി വട്ടം കൂടി രൂപ മേലോട്ടെറിഞ്ഞു. മേലോട്ടെറിഞ്ഞു കഴിഞ്ഞപ്പോ താഴെ വന്നപ്പോ ഈ രാജാവിന്റെ പടം മുകളിൽ വന്നു. അപ്പൊ അവരെല്ലാവരും വളരെ ഉത്സാഹികളായി ജയിച്ച മനസ്സോടുകൂടിയാണ് അവർ യുദ്ധരംഗത്ത് പോയി അത് നല്ല മിന്നൽ വേഗത്തിൽ ജയിച്ചു മടങ്ങി വരുവാനിടയായി. അങ്ങനെ ജയിച്ചു മടങ്ങി വന്നപ്പോൾ ആ പ്രാർത്ഥനാദിന് അവിടെ വന്നപ്പോൾ സേനാനായകൻ പറഞ്ഞ പ്രിയമുള്ളവരെ, നമ്മുടെ ഉത്സാഹം വന്നതും നമ്മൾ യുദ്ധം ജയിച്ച എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിരുന്നു. പക്ഷെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചെയ്തു. ഈ നാണയത്തിന്റെ 2 വശവും രാജാവിന്റെ പടമാ. ഇതെങ്ങനെ വീണാലും രാജാവിന്റെ പടമാ. അപ്പൊ ഈ ടെക്നിക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഉത്സാഹികളായി യുദ്ധം ജയിച്ചു വരികയില്ല. അതുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോ അവർക്കല്പം പുഞ്ചിരിക്കുവാനിടയിൽ ആർക്കും ദോഷം കൂടാതെ മറ്റൊരുത്തിനെ ഇടിച്ചു താതാതെ സ്വയം ആ പട്ടാളക്കാരെ ഉണർത്തിയെടുക്കുവാൻ ആ സേനാനായകൻ തേച്ച ടെക്നിക്കിന്. ഇതുപോലെ കഷ്ടതയുടെ നടുവിലും ജീവിതത്തിൽ നിരാശ വരുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും വാർദ്ധക്യം വരുമ്പോഴും ആ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള തിരുവചന സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ സംകരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ സംകരിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. ഒരു പാട്ടിങ്ങനെയുണ്ട്, ശൂന്യാകാശ മേഖലയിൽ കാർമേഘത്തിൻ താഴ്വരയിൽ ഇന്ധനമില്ലാതോടും നിങ്ങളുടെ എഞ്ചിൻ നൽകിയതാരാണ്? ആകാശത്തിലെ പറവകളെ പാട്ടുകാരൻ പാടുക, പറവകളുടെ അതെ, ആകാശത്തിലെ പറവകൾക്ക് അതെ ആ കാർമേഘത്തിൻ താഴ്വരയിൽ അതെ ഇന്ധനമില്ലാതെ ഓടുന്ന എഞ്ചിൻ കൊടുത്ത അവരാ മനോഹരമായ ഗാനങ്ങളൊക്കെ പാടുന്ന ആ പറവകളെ സൃഷ്ടിച്ചവനായ ദൈവം, എല്ലാത്തിനും ജീവനും ശ്വാസം കൊടുത്തവനായ കർത്താവ് ആ മനുഷ്യപുത്രന്മാരെ ആ തേജസ്സോടെ കാണുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സൃഷ്ടികളുടെ ആഗ്രഹം നിറവേറ്റുവാൻ എത്രയും വേഗം മടങ്ങി വരും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണമേ. ലോകസഭ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനുഷ്യരുടെ ആത്മീയ ജീവിതത്തിന് കോട്ടം തട്ടിക്കൊണ്ടിരിക്കുക. അതായത് മനുഷ്യരെന്ന എല്ലാ ഓരോ സംഘടനകൾ സമുദായം വഴിയാണല്ലോ ഈ നിൽക്കുന്നത്. ആത്മീയ കോളത്തിൽ ആത്മീയ സംഘടനകൾ ആത്മീയ സഭകളെല്ലാം വളർന്നുകൊണ്ടിരിക്കുക.
എണ്ണം കൂടിക്കൊണ്ട് നേതൃത്വ സ്ഥാനത്ത് വരുന്ന ആൾക്കാരുടെ ആ മനോഭാവം അനുസരിച്ചാണ് സംഘടനയിൽ ആത്മീയം നിലനിൽക്കുന്നത് കേട്ടോ. പണ്ടൊരു അമ്പലത്തിലെ ദേവനെ ആ വിഗ്രഹത്തെ കുളിപ്പിക്കുവാൻ വേണ്ടി അമ്പലക്കുളത്തിൽ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് അതിനെ ഒരു കഴുതയുടെ പുറത്ത് കയറ്റി വീണ്ടും അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് അമ്പലത്തിലുണ്ടായിരുന്നു. അവരാരാധിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന ആ ദേവനെ അമ്പലത്തിൽ നിന്നെടുത്ത് അത് കുളത്തിൽ കൊണ്ടുപോയി ഭംഗിയായി കുളിപ്പിച്ച് ചെടിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒരു കഴുതയുടെ പുറത്ത് കയറ്റി അമ്പലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ പൂജാരി ആ കഴുതയോട് ചേർന്ന് ആ ദേവ വിഗ്രഹത്തോട് ചേർന്ന് നിൽക്കും. അങ്ങനെ പോരുമ്പോൾ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഭക്തജനങ്ങള് ആ വിഗ്രഹത്തെ ഒന്നിങ്ങനെ തൊഴുത് ബഹുമാനിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ പോരുമ്പോ ഈ കഴുതയ്ക്ക് തോന്നി ഇവരെന്നെയാണ് ബഹുമാനിക്കുന്നതെന്ന്. അപ്പൊ എന്റെ പുറത്തിരിക്കുന്ന ദേവന്റെ വിഗ്രഹത്തെ അല്ല, എന്നെയാണ് ബഹുമാനിക്കുക. അപ്പൊ എന്നെ ബഹുമാനിക്കുന്നവരെ ഈ പൂജാരി തിരിച്ച് ഈ സല്യൂട്ട് അടിച്ച് ബഹുമാനിക്കേണ്ട ആവശ്യം എന്നാ? അപ്പൊ കഴുതയുടെ ഉള്ളില് പൂജാരിയോട് ഒരു വൈരാഗ്യം വന്നു കയറി. പണ്ട് പൂജ ഈ കഴുത ആ പൂജാരിക്കിട്ട് ഒരൊറ്റ ചവിട്ടം കൊടുത്തു. ഈ ചവിട്ടിൽ പൂജാരി വീണു, മോളിരുന്ന വിഗ്രഹം മറിഞ്ഞു വീണു. അപ്പോ കഴുത എന്താ വിചാരിച്ചേ? ഈ വിഗ്രഹത്തെ തൊഴുന്ന് എന്നെയാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ആ വിഗ്രഹം താഴെ പോകുവാനും ഈ പൂജാരി വീണു പോകുവാനും വീണ്ടും കഴുതയുടെ പുറത്ത് നല്ല അടി ലഭിക്കുവാൻ ഇടയായത് കേട്ടോ. ഇതുപോലെ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ ഓർക്കണം, കസേരയുടെ ബലവും ആ കസേരയിൽ നിന്ന് മാറി യൂണിഫോം മാറിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണ മനുഷ്യരാണ്. അതിപ്പോ സമുദായമാണെങ്കിലും ഏത് മേഖലയിലായാലും ഉയർന്ന സ്ഥാനത്തിരിക്കുമ്പോൾ ആ കസേരയുടെ വിലയാണ്, എന്റെ വിലയല്ല സ്ഥാനത്തിന്റെ വിലയാണെന്ന് മനസ്സിലാക്കുന്നെങ്കിൽ ഏതോ ഒരു സംഘടനയോ ഏതോ നേതാവ് അതിന്റെ ഭംഗിയിലും അതിന്റെ ആത്മീയ നിറവിലും സന്തോഷത്തിലും പോകുവാൻ സാധിക്കും. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ സംഘടനയെ നേരായി ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെ കയറി വരുന്നവര് അനാത്മീയന്മാരും ജഡീയന്മാരും ആയതിന്റെ ഫലമായി സംഘടനകളിൽ ആത്മീയത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ യേശുവിന്റെ ഒരു വാക്ക് ഞാൻ ഓർപ്പിക്കാം. മനുഷ്യപുത്രൻ തിരികെ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ യേശു ചോദിച്ച. അപ്പൊ അങ്ങനെ ഒരു കാലത്തേക്ക് വന്നിരിക്കുമ്പോൾ നമ്മളൊരു പ്രത്യാശയുള്ളതായി, നല്ല ഉണർവ് ഉന്മേഷമുള്ളവരായി, ദൈവരാജ്യ ചിന്തയുള്ളവരായിരിക്കണമേ. ഈ വചന കേൾവി നിങ്ങൾക്ക് സന്തോഷമായിരിക്കട്ടെ. അപ്പൊ സൃഷ്ടികൾ ആകാംക്ഷയോടെ മനുഷ്യപുത്രന്റെ വെളിപാടിനെ കാത്തിരിക്കുമ്പോ നമ്മളും അങ്ങനെ കാത്തിരിക്കുന്നവരായിരിക്കണം. ഞാൻ എഴുതിയ ഒരു പാട്ടിന്റെ 2 അടി പാട്ട് ഞാനിങ്ങനെ പാടാം കേട്ടോ. യേശു നമ്മുടെ നായകനാകുമ്പോ, യേശു നിന്നുടെ രക്ഷകനാകുമ്പോ എന്തോരാനന്ദ, എന്തൊരു സന്തോഷം, എന്തോരാനന്ദ, എന്തൊരു സന്തോഷം. സമയം കളയരുതേ, നഷ്ടം തോന്നരുതേ, യേശു നിന്നെ വിളിക്കുന്നു. രക്ഷകനാകും യേശു നിന്നെ വിളിക്കുന്നു. സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് വിളിക്കുന്നു. ലോകത്തിന്റെ പാപം തലമേലേറ്റിയ നാഥൻ കാൽവറി നാടിൻ താഴ്വരയിൽ കാൽനടയായി പോയല്ലോ. തോളിൽ കാണും കുരിശിൻ ഭാരം താങ്ങാനാവാതെ കാൽവറി നാടിൻ താഴ്വരയിൽ കാൽനടയായി പോയല്ലോ. തോളിൽ കാണും കുരിശിൻ ഭാരം താങ്ങാനാവാതെ, തോളിൽ കാണും കുരിശിൻ ഭാരം താങ്ങാനാവാതെ. അങ്ങനെ നമുക്ക് വേണ്ടി കാൽവറിയാകമായ യേശുനാഥൻ തനാമരസിലേം എന്ന മനോഹരമായ സ്വർണ്ണക്കൊട്ടാരം വെളിപ്പാട് 21 വായിച്ചു നോക്കണം. ജീവജല നദി, ജീവവൃക്ഷത്തിന്റെ ഫലങ്ങൾ, കൊടാനുകോടി വർഷം, 1000 വിശുദ്ധന്മാര്, ദൂതന്മാരെ കർത്താവ് ദൈവം ഒരുമിച്ചുള്ള ആ മനോഹര ദേശത്തെ വാസക്കാലം ഭാവനയിൽ കണ്ടുകൊണ്ട് ആത്മീയ ജീവിതം പുഷ്ടിയുള്ളവരായി തിരുവചന സത്യങ്ങളെ മനസ്സിലാക്കി ഗ്രഹിച്ച് ജീവിക്കുവാൻ ഈ വചന കേൾവി പ്രിയമുള്ളവരെ നിങ്ങൾക്കിടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ.